ഒരു മാസം നീണ്ട വ്രതശുദ്ധിയുടെ പുണ്യം നുകർന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളുമായാണ് വിശ്വാസികൾ ഈദ്ഗാഹുകളിലേക്ക് ഒഴുകിയെത്തിയത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൈമാറിയ പെരുന്നാൾ ദിനത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവിയും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും വിശ്വാസികൾക്ക് ഈദ് സന്ദേശം നൽകി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ദിനങ്ങൾക്കൊടുവിൽ വിശ്വാസികൾക്കിന്ന് ആഹ്ലാദത്തിന്റെ പെരുന്നാൾ. തിരുവനന്തപുരം പാളയം മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിടുത്തു. ലോകത്ത് വർദ്ധിച്ചുവരുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നന്മ കൊണ്ട് നേരിടണമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ഈദ് സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ലോകത്ത് യുദ്ധവിരാമം സാധ്യമാക്കി തരണമേ റബ്ബേ. ആയുധങ്ങളുടെ ശബ്ദങ്ങളില്ലാത്ത ഒരു ലോകക്രമത്തെ പടച്ചതമ്പുരാനെ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. സൈറൻ മുഴക്കങ്ങളില്ലാത്ത, ബോംബ് വർഷങ്ങളില്ലാത്ത ഒരു ലോകക്രമത്തെ, നിർഭയത്വവും സുരക്ഷിതത്വവും വിളയാടുന്ന ഒരു ലോക സാഹചര്യത്തെ പടച്ചതമ്പുരാനെ അല്ലാഹുവേ, ചെറുപ്പക്കാർക്കെന്ന ലോകത്തെ മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ലോക സാഹചര്യത്തെ, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഒരു ലോക സാഹചര്യത്തെ പടച്ചതമ്പുരാനെ ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരയണമേ നാഥ. മലപ്പുറത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്കപ്പുറം പ്രാർത്ഥനയ്ക്കും സഹജീവി സ്നേഹത്തിനും പ്രാധാന്യം നൽകുന്നതാകണം ഈ ദിനമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തെ തുടർന്ന് ആത്മീയമായ നിർവൃതിയോടെയാണ് ഈ പ്രഭാതത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ പ്രത്യേകത എന്നുള്ളത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഒരേ ദിവസം തന്നെ പെരുന്നാൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുണ്ട്. അവർക്കും ഈദ് ആശംസകൾ നേരുന്നു. ലോകത്തെ എല്ലാ വിശ്വാസികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഓണവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം മലയാളി ഒറ്റക്കെട്ടായി ആഘോഷിക്കുന്ന ശീലം നിലനിൽക്കണമെന്നും അസ്കർ അലിയുടെ സിനിമയാണ് പെരുന്നാൾ സ്പെഷ്യലാക്കുന്നതെന്നും ആസിഫ് അലി. പെരുന്നാളാണ് ഈ പ്രാവശ്യം. പെരുന്നാൾ തൊടുപുഴ കൂടാൻ പറ്റിയില്ല. ഈദ്ഗാഹിൽ എറണാകുളത്ത് ഇപ്പൊ കലൂർ സ്റ്റേഡിയത്തിലുള്ളത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. വാപ്പ ഉമ്മായ എല്ലാവരും കൂടെ വന്നു ഈ പ്രാവശ്യം എറണാകുളത്താക്കാന്ന് ഓർത്തു. നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ സ്പെഷ്യലാക്കുന്നത്. അച്ഛന്റെ സിനിമയാണ് സംഭവം എന്ന് പറഞ്ഞ സിനിമ തിയേറ്റേഴ്സിൽ നിന്ന് വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. വീട്ടിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പെരുന്നാൾ ഒത്തിരി സ്പെഷ്യലാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിലും പള്ളികളിലും സമാധാനത്തിനും ലോക നന്മയ്ക്കുമായുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.